യാഥാർത്ഥ്യം അല്ലെങ്കിൽ ഞാൻ BJPയുടെ ബി ടീമാണെന്ന് ഞങ്ങൾ 2014 മുതൽ ആളുകൾ പറയുന്നുണ്ട്. ഇന്ന് വരെ ഞങ്ങൾ BJPയുമായിട്ടോ ഒരു പാർട്ടിയുമായിട്ടും അങ്ങനെയുള്ള രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ ഒരു ധാരണയും ഉണ്ടാക്കിയിട്ടില്ല. ധാരണ ഉണ്ടാക്കുന്ന സമയത്ത് മറ്റു രാഷ്ട്രീയക്കാരെ പോലെ ഭയക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. ഞങ്ങളൊരു ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ ചർച്ച നടത്തിയിട്ടെന്ന് പറയും. ഇപ്പോൾ ചർച്ച നടത്തി തീരുമാനമെടുത്തു. എന്നാൽ ഇന്ന് ഈ തീരുമാനമെടുക്കുന്നവരെ ഞങ്ങൾ ഈ 14 വർഷമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു സഖ്യവുമായിട്ട് ഞങ്ങൾ കൂടാനായിട്ട് ചർച്ച നടത്തിയിട്ടില്ല. ഈ UDFുമായി ഈ ഘട്ടത്തിൽ ഈ തവണ ചർച്ച നടന്നിരുന്നു. അതിനൊന്നും ഇനി പ്രസക്തിയില്ല. കാരണം പക്ഷെ അത് യാഥാർത്ഥ്യമാകാതെ കൊണ്ടാണോ ഇപ്പോൾ ഇതിലേക്ക് യാഥാർത്ഥ്യമാകുക എന്നുള്ളതല്ലല്ലോ. ഞങ്ങളുടെ ചില ആശയങ്ങളുമായിട്ട് യോജിക്കുന്ന ആളുകളായിരിക്കണമല്ലോ. ഞങ്ങൾക്ക് എല്ലാ ആളുകളുമായിട്ട് കൂടിച്ചേരാൻ സാധിക്കില്ല. അപ്പോൾ ആശയപരമായിട്ട് ഞങ്ങൾക്ക് യോജിക്കാൻ സാധിക്കണം. ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന വികസന കാഴ്ചപ്പാടുകളിൽ ഒരുപോലെ നിൽക്കാൻ പറ്റുന്ന ആളുകളായിരിക്കണം. ഏതെങ്കിലും ഒരു പാർട്ടിയുടെ സഖ്യകക്ഷി ആയിട്ട് ഒരു മൂലയ്ക്ക് ഇരുന്ന് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു വികസനം കേരളത്തിന് കാഴ്ചവെക്കാൻ സാധിച്ചില്ലെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ തീർച്ചയായിട്ടും അതിന് ഏറ്റവും ഉതകുന്ന ഒരു പാർട്ടി ഞങ്ങൾ BJPയും NDAയുമായിട്ട് കണ്ടു. അതുകൊണ്ട് ഞങ്ങൾ അതിൽ തീരുമാനം. മുന്നണി ഘടകകക്ഷിയായി ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിന് കൂടുതൽ സീറ്റുകൾ ഇത്തവണ മത്സരിക്കും. അതിനെപ്പറ്റി ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ ഒരു മുന്നണിയിൽ വരുമ്പോൾ അതിൻ്റെ മര്യാദകളുണ്ട്. അത് എല്ലാവരും കൂടി ആലോചിച്ചിട്ട്, ഞാൻ മാത്രമല്ലല്ലോ. ഇപ്പോൾ ഇന്നലെ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് വ്യക്തമായിട്ടുള്ള ഉത്തരങ്ങളുണ്ട്. അത് എൻ്റെ പാർട്ടിയുടെ മാത്രം തീരുമാനങ്ങളാണിത്. ഇന്നതല്ല, ഇന്ന് പല പാർട്ടിക്കാരുണ്ട്. അപ്പോൾ അവരുടെ എല്ലാവരും കൂടി ഇരുന്ന് അങ്ങനെ ഒരു തർക്കം ഇതിലുണ്ടാവില്ല. NDAയിൽ സീറ്റിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, ഞങ്ങളുടെ മുന്നോട്ട് വയ്ക്കുന്ന വികസന കാഴ്ചപ്പാടിലായിക്കോട്ടെ, ഒരു തർക്കം ആരുമായിട്ടുണ്ടാവില്ല. അല്ല, അത് എത്രത്തോളം പരിതാപകരമാണ്. കാരണം ഇന്നത്തെ LDF UDFും ഒറ്റയ്ക്ക് നിന്ന് അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെയുള്ള ഒരു പാർട്ടിയോട് നേരിടാനായിട്ട് പ്രാപ്തരല്ലാത്ത ആക്കി ഞങ്ങൾ കളഞ്ഞല്ലോ.